ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോ? നല്ല സുഖമുണ്ടടാ. എന്നാലും നീ ഇവരുടെ കൂട്ടത്തിലുണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല. എന്റെ ചേട്ടൻ വേണോന്ന് വെച്ച് ചെയ്തല്ല. ചേട്ടൻ എന്റെ ഇടയ്ക്ക് കൈക്കൂലി കൊണ്ട് വെക്കുന്നു ഞാൻ അറിഞ്ഞ. എടാ ഞാനല്ലടാ അത് ചെയ്തത്. ഇതിപ്പോ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു. ചേട്ടൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പേ ആരും വിശ്വസിക്കാനാ? ആരും വിശ്വസിക്കാൻ പോള. എന്നെ ഈ കോലത്തിൽ കണ്ടപ്പോ നിനക്ക് സന്തോഷമായ? എന്റെ ചേട്ടാ, ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചേട്ടന് രണ്ടടിയുടെ കുറവുണ്ടായിരുന്നില്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചേട്ടൻ എന്നെ അനിയനായിരുന്നെങ്കിലേ രണ്ടെണ്ണം തരണമായിരുന്നു. പിന്നെ ഇപ്പൊ തല്ല് കിട്ടിയ എല്ലാവരേ അതിന് അർഹരായിരുന്നു, ചേട്ടൻ അടക്കം. അതുകൊണ്ട് എനിക്ക് വലിയ കുറ്റബോധമൊന്നുമില്ല. എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ ചേട്ടൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പേ എനിക്ക് അത്രയും വലിയ വിഷമമില്ല. പിന്നെ ഇവിടെ എല്ലാവരും മാറിയും തിരിഞ്ഞും ചോദിച്ചാണല്ലോ ഇതാരാ ചെയ്തേന്ന്. പറഞ്ഞില്ല ആരോടും. ചേട്ടൻ പറയായിരുന്നില്ലേ ഞാനും സുധച്ചേച്ചി രഘുചേനും കൂടിയാണ് ചെയ്തതെന്ന്. പിന്നെ ഇത് ചെയ്ത മൊത്തം സുധയാണെന്ന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാ എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ നടക്കാൻ പറ്റോ? നീ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് രണ്ടടിയിൽ കുറവുണ്ടെന്ന്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടിക്കോളാം. അതുകൊണ്ട് തൽക്കാലം ഞാനായിട്ട് ആരോടും പറയാൻ നിൽക്കുന്നില്ല. നീയായിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ ആരോട് പറയാനാ? നാണക്കേടല്ലേ അനിയൻ ചേട്ടനെ തല്ലിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ? നമ്മുടെ തറവാടിന നാണക്കേട്. നമ്മുടെ തറവാടിന്റെ ദിവസേ നമ്മൾ രണ്ടുപേരും കൂടിയാ നോക്കണ്ടേ. അതെ, പ്രകാശിന് അജ്ഞാതനെ കണ്ടില്ലേ? ഇല്ല, നല്ല ഇരുട്ടായിരുന്നു. പിന്നെ മുഖമൊക്കെ മറച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ ഏട്ടാ? അതെ അതെ. കേസ് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കണ്ടോ? അങ്ങനെ ആണെങ്കിൽ എന്റെ പരിചയത്തിൽ ഒരു സൂപ്പർ വക്കീലുണ്ട്. അയ്യോ വേണ്ട, ഒരു വക്കീല് വന്നു പോയതിന്റെ ക്ഷീണമാണ് ഈ കാണുന്നത്. മോന, നല്ല റെസ്റ്റ് എടുക്കുന്നതാ നല്ലത്. കയ്യിന് ഒടുവില്ല, പക്ഷെ നല്ല പരുക്കുണ്ട്. കയ്യിന് മാത്രമല്ല ഉള്ളിൽ നല്ല പരിക്കുണ്ട്. അമ്മാതിരി ഇടിയല്ലേ ഇടിച്ചിട്ട് പോയത്. മോന, മായയോട് എന്തോ പറഞ്ഞില്ലേ കാറ് കത്തിക്കാന്നൊക്കെ? അതെന്താ സംഭവം? അവള് പറഞ്ഞില്ലേ? ഇല്ലെന്ന് ഒന്നും വിട്ടു പറയുന്നില്ല. എന്താ സംഭവം? അവള് വിട്ടു പറയില്ല. ഇനി ആവണീനെ ശല്യം ചെയ്താലേ കാറിലിട്ട് കത്തിക്കുമെന്നാ പറഞ്ഞു. അത് മാത്രമല്ല, മായയുടെ കാറിൽ പെട്രോൾ ഒഴിച്ച് ഒരു സാമ്പിൾ കൂടെ കാണിച്ചിട്ടാ വിട്ടത്. ഓ, അതിന്റെ പേടിയാണ് മായയിൽ കാണുന്നത്. അല്ല, ഒരു സംശയം ചോദിക്കട്ടെ. ഇതൊക്കെ മോഹൻ അറിയണമെങ്കിൽ മോഹൻ അജ്ഞാതനെ കണ്ട അയാള് പറഞ്ഞിട്ട് വേണമല്ലോ മോഹൻ ഇത് അറിയാൻ. കണ്ടില്ല. കാറ് തടഞ്ഞു നിർത്തി മുഖത്തൊരൊറ്റ ഇടിയായിരുന്നു. പിന്നെ മൊത്തം ഇരുട്ടായിരുന്നു. പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. ശബ്ദം മാത്രം കേട്ടുള്ളൂ. ഇപ്പൊ ഒരു ലോജിക്കായി, ഡൗട്ടൊക്കെ മാറി. ഏതായാലും മോഹൻ റെസ്റ്റ് എടുക്ക്. ഓക്കെ, നന്ദി ഉണ്ടോടാ നീയ.